ഈ ശിർക്കിന്റെ അപകടങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു അപകടം ഇതുകൂടിയാണ്. അവിടെ തുടങ്ങുന്നത് ഒന്നാമത്തെ അപകടം, ലോകത്ത് നിന്ന് നിൽക്കുന്ന വിഭാഗീയതയുടെയും വംശീയ ചിന്താഗതികളുടെയും വേര് എന്ന് പറഞ്ഞാൽ ബഹുദൈവത്വമാണ്. മനുഷ്യൻ ഏകനായ റബ്ബിനെ വിശ്വസിക്കുന്നതിന് പകരം പല ദൈവങ്ങളെ വിശ്വസിച്ചപ്പോൾ പല കോണുകൾ പല ചേരികളായി മാറുകയും ആ ചേരിതിരിവുകളെ അധികാരവർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ വംശീയമായ വിരോധങ്ങൾ ഉണ്ടായി. മുസ്ലിമിനോട് വെറുപ്പ് വെക്കുന്ന ഹിന്ദുക്കൾ, ഹിന്ദുവിനോട് വെറുപ്പ് വെക്കുന്ന ക്രൈസ്തവർ, ക്രൈസ്തവരോട് വെറുപ്പ് വെക്കുന്ന മുസ്ലിങ്ങൾ. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനോടും പറഞ്ഞിട്ടില്ല ആ മുസ്ലിമിനോട് വെറുപ്പ് വെക്കാൻ. അതിന് എന്തൊക്കെ ചെയ്താലും, ഇനി അവർ അള്ളാഹുവിനോട് ശിർക്ക് വെച്ചാൽ പോലും, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന അള്ളാഹുവിനെ പങ്കു ചേർക്കുകയോ അള്ളാഹുവിനെ അവിശ്വസിക്കുകയോ അള്ളാഹുവെ പരിഹസിക്കുകയോ ചെയ്താൽ പോലും അവനെ ആക്രമിക്കാനുള്ള അനുവാദമൊന്നുമില്ല. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തികളോട് അക്രമം കാണിക്കലല്ല, അവർക്ക് വേണ്ടി ദഅവത്തെടുക്കലാണ്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് അജ്ഞതയാണ് അല്ലാഹുവേ, വിവരക്കേടാണ് അല്ലാഹുവേ അവരെ ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളോട് കാണിച്ചതുപോലെ അവരോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർക്ക് വേണ്ടി മാപ്പ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്ന. സമൂഹത്തിലുള്ള ഈ അരാജകത്വങ്ങൾ മാറണമെങ്കിൽ തൗഹീദ് പുനഃസ്ഥാപിക്കേണ്ടതിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ തീരൂ. നമ്മൾ എല്ലാവരും ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന ഇലാഹക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. നിങ്ങൾ എല്ലാവരുടെയും റബ്ബ് ഒന്നാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ബാപ്പയും ഒന്നാണ്. ഇത് മനുഷ്യർ മനസ്സിലാക്കിയേ തീരൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബ് നാട്ടിൽ നടത്തിയ വിപ്ലവ പ്രഖ്യാപനമാണ് ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് ഇന്നഹു ലാ ഫളൽ അറബിയ്യിൻ അലാ അജമിയ്യ് വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യ് ഇല്ലാ ബിത്തഖ്വ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ എല്ലാവരും ഒരു ഇലാഹിന്റെ സന്തതികളാണ്, ഒരു റബ്ബിന്റെ സൃഷ്ടികളാണ് നിങ്ങൾ എല്ലാവരും. ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു അറബിക്കും അനറബിയുടെ മേൽ പവിത്രതയില്ല, ഒരു അറബിക്കും അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, അനറബിക്ക് അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്നുള്ളത് തഖ്വയാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തഖ്വയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തഖ്വ ആർജിക്കുന്ന ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന നമ്മളെല്ലാവരും ഒരേ ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായാൽ ലോകത്താർക്കും നമ്മൾ തമ്മിലെടുപ്പിക്കാൻ കഴിയില്ല. ആ ഏകദൈവത്തെ വീണ്ടെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം ഇതാണ്. ഇതില്ലാത്തടത്തോളം ഉണ്ടാകുന്ന കോട്ടം നമുക്കിടയിലെ വർഗീയമായ ചിന്താഗതികളാണ്. വംശീയതയും വിഭാഗീയതയും എക്കാലവും നിലനിൽക്കും, തുടച്ചു നീക്കാൻ കഴിയില്ല. അത് സാരമായ പരിക്കുകൾ ഉണ്ടാക്കി സമൂഹത്തിൽ നിലനിൽക്കും. അപ്പോൾ നമ്മളുടെ കരങ്ങൾ ഭദ്രമായിരിക്കണം. നമുക്കൊരു ബോധ്യമുണ്ടല്ലോ, നമുക്കറിയാം അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, എല്ലാവരും അള്ളാഹുവിന്റെ കുടുംബമാണ് എന്ന്. ആ ബോധ്യം നമുക്കുണ്ടാകണം.